റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വാഹനപ്പെരുപ്പത്തിൽ വീർപ്പുമുട്ടി മോട്ടോർ വാഹന വകുപ്പ്. ഉദ്യോഗസ്ഥ ക്ഷാമത്താൽ ജോലിഭാരം താങ്ങാനാവാതെ MBD. 400ഓളം അധിക ഉദ്യോഗസ്ഥർ വേണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. സർക്കാരിന് നാഗരാജു ചകിലം IPS കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടർ TVക്ക് ലഭിച്ചു. വാഹനപ്പെരുപ്പത്തിനനുസൃതമായ ഉദ്യോഗസ്ഥ വർധനവ് ഉണ്ടാകുന്നില്ലെന്നും ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം ഇരട്ടിയിലും അധികമെന്നാണ് നാഗരാജു വ്യക്തമാക്കുന്നത്. ആഷിൻ ഡിയേഗോ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആഷിൻ, ജോലിഭാരം അധികമുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ആളുകൾ ഇല്ല എന്നുള്ളതാണ്. ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നത്? അതിനൊരു പരിഹാരം കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സംസ്ഥാനത്തെ വാഹനപ്പെരുപ്പം അത് ഒരു അനുദിവസം വർദ്ധിക്കുകയാണ്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് നിരത്തുകളിലുള്ളത് 1.89 കോടി വാഹനങ്ങളാണ്. ഈ വാഹനങ്ങൾ ഇത്രയും പെരുപ്പമുണ്ടാകുമ്പോൾ അതനുസരിച്ച് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കാരിന് അയച്ച കത്തിൽ പ്രധാനമായും പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ തന്നെ 100-ലധികം സേവനങ്ങൾ നൽകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പലയിടങ്ങളിലും ഉദ്യോഗസ്ഥരുടെ ക്ഷാമം അതിരൂക്ഷമാണ്. ഏതാണ്ട് 400ഓളം ഉദ്യോഗസ്ഥർ പുതുതായി വേണം എന്നുള്ളൊരു കാര്യമാണ് നാഗരാജു നിലവിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 92 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ അത്യാവശ്യമായി വേണം. 167 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും വേണം. 57 ക്ലറിക്കൽ സ്റ്റാഫുകളും അധികമായി വേണം എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പുതിയ തസ്തികകൾ മൂലം സർക്കാരിന് പ്രതിവർഷം 26.54 കോടി രൂപയുടെ ചിലവ് വരും എന്നുള്ളതും അതിൽ എസ്റ്റിമേറ്റായി പറയുന്നുണ്ട്. ഈ തുക നികുതി വരുമാനത്തിലൂടെ 5 മടങ്ങായി 4 മാസത്തിനുള്ളിൽ തന്നെ സർക്കാരിലേക്ക് തിരിച്ചെത്തും എന്നുള്ളൊരു കാര്യം കൂടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറയുന്നുണ്ട്. ഈ വാഹനപ്പെരുപ്പത്തിനനുസരിച്ചുള്ള ഉദ്യോഗസ്ഥരില്ലാത്തത് കൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ ലഭിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം ഇരട്ടിയിലും അധികമാണ്. 60ഓളം പ്രധാന സേവനങ്ങൾ നൽകാൻ മോട്ടോർ വാഹന വകുപ്പിൽ കഴിയുന്നില്ല എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ, അതായത് നിരത്തുകളിൽ വാഹന പരിശോധനയടക്കം നടത്തേണ്ട എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ഓഫീസ് ജോലിക്ക് വേണ്ടി നിയോഗിക്കേണ്ട അവസ്ഥയാണ്. നികുതി കുടിശ്ശിക പിരിച്ചെടുക്കൽ, റവന്യൂ റിക്കവറി നടപടികൾ ഒന്നും തന്നെ നടക്കുന്നില്ല. നമുക്കറിയാം, ഇനിയുള്ള 2-3 മാസങ്ങൾ വേനൽ അവധിയാണ്. വേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുന്ന മാസങ്ങളാണ്. ഇതിനു മുൻപായി തന്നെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയടക്കം മോട്ടോർ വാഹന വകുപ്പിന് നടത്തേണ്ടതുണ്ട്. ഈ വാഹനങ്ങളുടെ ഫിറ്റ്നസ് അടക്കം നടത്തേണ്ടതുണ്ട്. ഇതുപോലും നടക്കില്ല. കാരണം ഉദ്യോഗസ്ഥരുടെ കുറവുള്ളത് കൊണ്ട് തന്നെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടക്കില്ല. ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് ശരാശരി ഒരു 13 മിനിറ്റാണ് ഒരാളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഉദ്യോഗസ്ഥരുടെ കുറവ് മൂലം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അതിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. ഈ ഫിറ്റ്നസ് പരിശോധന, രജിസ്ട്രേഷൻ പുതുക്കൽ തുടങ്ങിയവയ്ക്കും വലിയ തരത്തിലുള്ള കാലതാമസം ഉണ്ടാകുന്നു. RC ബുക്ക്, ലൈസൻസ് വിതരണം ഇതൊന്നും നടക്കുന്നില്ല. റോഡുകളിൽ ഉദ്യോഗസ്ഥരുടെ അഭാവം മൂലം അപകടങ്ങൾ വർദ്ധിക്കുന്നു എന്നതടക്കമുള്ള ഗുരുതര വിശേഷങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിലവിലിപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കാരിന് കത്തയച്ചിട്ടുള്ളത്. 400ഓളം വരുന്ന ഉദ്യോഗസ്ഥർ ഉടനടി തന്നെ ഇല്ലെങ്കിൽ വകുപ്പ് സ്തംഭനാവസ്ഥയിലേക്ക് പോകും എന്നൊരു മുന്നറിയിപ്പാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കാരിന് നൽകിയിട്ടുള്ളത്. ശ്രുതി, ഉദ്യോഗസ്ഥ ക്ഷാമത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. 400ഓളം അധിക ഉദ്യോഗസ്ഥർ വേണം എന്നുള്ളതാണ് ആവശ്യം. വിവരങ്ങളാണ് ആഷിൻ ഡിയേഗോ നൽകിയത്.